മെയ് മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണ അറിയിപ്പ് വന്നിരിക്കുകയാണ്. സംസ്ഥാനത്തെ 63 ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് വളരെ സന്തോഷകരമായിട്ടുള്ള ചില അറിയിപ്പുകൾ. വീഡിയോ അവസാനം വരെ കാണുക. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കുവാനും നിങ്ങൾ മറക്കരുത്. നാളെ 2026 മെയ് മാസം 11-ാം തീയതി തിങ്കളാഴ്ച ദിവസം. നാളെയും വരും ദിവസങ്ങളിലും പൊതുജനങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകൾ ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നു. വീഡിയോ അവസാനം വരെ കാണുക. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കുവാനും നിങ്ങൾ മറക്കരുത്. സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്കറിയാം, സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ഇപ്പോൾ കുടിശ്ശികയില്ലാതെ എല്ലാ മാസവും തന്നെ വിതരണം നടക്കുന്നുണ്ട്. സംസ്ഥാനത്തെ വിഷു, ഈസ്റ്റർ, അതുപോലെ തന്നെ തിരഞ്ഞെടുപ്പ് എന്നിവയൊക്കെ പരിഗണിച്ച് 2 മാസത്തെ ക്ഷേമ പെൻഷൻ മുൻകൂറായി തന്നെ വിഷുവിന് മുൻപായി വിതരണം നടത്തിയിട്ടുണ്ട്. അതായത് 2000 രൂപ വെച്ച് 4000 രൂപ ഒന്നിച്ചാണ് ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും കൈമാറിയത്. അതുകൊണ്ട് തന്നെ ഇനി മെയ് മാസത്തെ ക്ഷേമ പെൻഷനാണ് ലഭിക്കാനുള്ളത്. മെയ് മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണത്തിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. 25-ാം തീയതി തന്നെ വിതരണം ആരംഭിക്കും എന്നാണ് ഉദ്യോഗസ്ഥ വൃന്ദങ്ങളിൽ നിന്നും പുറത്തുവരുന്ന സൂചനകൾ. പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ട UDF സർക്കാരിന്റെ മുഖ്യമന്ത്രിയുടെ സത്യപ്രതിജ്ഞ ഈ വരുന്ന ആഴ്ചയോടുകൂടി തന്നെ ഉണ്ടാകും. അതിനുശേഷം മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞയും നടക്കും. അതിനുശേഷം ആദ്യമായി ഒപ്പുവെക്കുന്ന ഫയലുകൾ ക്ഷേമ ആനുകൂല്യങ്ങളുടേതായിരിക്കും. അതിനോടൊപ്പം തന്നെയായിരിക്കും ഈ ഒരു സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണത്തിന് വേണ്ടിയുള്ള സർക്കുലർ, അതായത് അതിനെ സംബന്ധിച്ചുള്ള ഉത്തരവും പുറത്തിറങ്ങുന്നത്. ക്ഷേമ പെൻഷൻ 3000 രൂപയായി വർദ്ധിപ്പിക്കും എന്നാണ് UDF സർക്കാരിന്റെ പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ഈ ഒരു വർധനവ് വരുന്ന മാസങ്ങളിൽ, അതായത് സർക്കാർ ആദ്യ യോഗം ചേർന്ന് മന്ത്രിസഭാ യോഗത്തിന് ശേഷം അല്ലെങ്കിൽ അടുത്ത ബജറ്റ് അവതരണത്തിന് ശേഷമൊക്കെ ആയിരിക്കും ആദ്യഘട്ട വർധനവ് പ്രതീക്ഷിക്കേണ്ടത്. ആദ്യഘട്ടത്തിൽ 500 രൂപ വർദ്ധിപ്പിക്കും. അതിനുശേഷം പിന്നീട് ഘട്ടം ഘട്ടമായി 3000 രൂപയിലേക്ക് എത്തിക്കുകയായിരിക്കും ഉണ്ടാവുക. അധികാരമേൽക്കുന്ന സർക്കാരിനെ സംബന്ധിച്ച് വെല്ലുവിളികൾ ഏറെയാണ്. പുതിയ സർക്കാരിന് വെല്ലുവിളിയായി കേരളത്തിലെ സാമ്പത്തിക പ്രതിസന്ധി. UDFന്റെ പ്രഖ്യാപനങ്ങളിൽ ഒന്നായ ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കിയാൽ മാസം 1680 കോടി രൂപ ഇതിനായി മാത്രം വേണ്ടിവരും. കിഫ്ബി വഴി എടുത്ത വായ്പകൾ സംസ്ഥാനത്തിന്റെ മൊത്തം കടമെടുപ്പ് പരിധിയിൽ ഉൾപ്പെടുത്തിയ കേന്ദ്ര തീരുമാനം കേരളത്തിന്റെ സാമ്പത്തിക ആരോഗ്യത്തെ ഇതിനകം പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട്. പ്രതികൂലമായ സാഹചര്യത്തിൽ UDF സർക്കാർ എങ്ങനെ മുന്നോട്ടു പോകും എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. അതോടൊപ്പം തന്നെ സ്ത്രീ സൗജന്യ യാത്ര നടപ്പിലാക്കണമെങ്കിൽ ഇതിനോടൊപ്പം 150 കോടി രൂപ കൂടി അധികമായി പ്രതിമാസം സർക്കാർ അനുവദിക്കേണ്ടി വരും. ഇത്രയും വലിയ തുക എല്ലാ മാസവും സർക്കാരിന് കൊടുക്കാനാവുമോ എന്നത് ചോദ്യചിഹ്നമാണ്. പദ്ധതിയെ സ്വാഗതം ചെയ്യുമ്പോഴും ജീവനക്കാരുടെ ആശങ്ക ശമ്പളം മുടങ്ങുമോ എന്നുള്ളതാണ്. LDF സർക്കാർ പടിയിറങ്ങിയത് സംസ്ഥാനത്തെ സാമ്പത്തിക മേഖല താറുമാറായ ഘട്ടത്തിലാണ്. കേരളത്തിന് പൊതുവിപണിയിൽ നിന്ന് ഈ വർഷം ഡിസംബർ വരെ 23,000 കോടി കടമെടുക്കാൻ കേന്ദ്രത്തിന്റെ അനുമതി നൽകിയിട്ടുണ്ട്. ഇത് കഴിഞ്ഞ വർഷത്തേക്കാൾ കുറവാണ്. ഇതിൽ 2800 കോടി പുതിയ സർക്കാർ അധികാരമേൽക്കുന്നതിന് മുന്നോടിയായി വരുന്ന ചൊവ്വാഴ്ച തന്നെ കടമെടുക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം ഡിസംബർ വരെ 29,500 കോടി കടമെടുക്കാൻ അനുവദിച്ചിരുന്നു. ഇത്തവണ ഏകദേശം 6000 കോടി രൂപയുടെ കുറവുണ്ട്. കണക്കുകളെക്കുറിച്ച് കേന്ദ്രം വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അന്തിമാനുമതി നൽകുന്നതിന് മുൻപ് 4700 കോടി എടുക്കാൻ കഴിഞ്ഞ മാസം താൽക്കാലിക അനുമതി നൽകിയിരുന്നു. അതുകൂടി ചേർത്താണ് ഇപ്പോൾ 23,000 കോടി അനുവദിച്ചിരിക്കുന്നത്. വികസന പ്രവർത്തനങ്ങൾ മുടക്കാതെ പുതിയ സർക്കാർ എങ്ങനെ സാമ്പത്തിക പ്രതിസന്ധിയെ തരണം ചെയ്യുമെന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. അടുത്തതായി പങ്കുവെക്കുന്ന അറിയിപ്പ്, ഇന്ദിരാ ഗ്യാരണ്ടി സൗജന്യ ബസ് യാത്രക്കായി KSRTC വനിതാ യാത്രക്കാരുടെ കണക്കെടുക്കുന്നു. KSRTC MDയുടെ നിർദ്ദേശപ്രകാരമാണ് നടപടി. ഇത് സംബന്ധിച്ച് KSRTC ബസ്സുകളിൽ ജെൻഡർ ടിക്കറ്റിംഗ് സംവിധാനം പ്രാബല്യത്തിൽ വരും. പ്രതിദിനം യാത്ര ചെയ്യുന്ന വനിതകളുടെ കണക്കെടുക്കാനാണ് നിർദ്ദേശം. പ്രതിദിനം KSRTCയെ ആശ്രയിക്കുന്നത് 29 ലക്ഷം പേരാണ്. ഇതിൽ 19 ലക്ഷം വനിതകൾ ആണെന്നാണ് കണക്ക്. കണ്ടക്ടർമാർ ടിക്കറ്റ് മെഷീൻ വഴി യാത്രക്കാരൻ പുരുഷനാണോ അതോ സ്ത്രീയാണോ എന്ന് രേഖപ്പെടുത്തും. ഓരോ ഡിപ്പോയിലെയും യൂണിറ്റ് ഓഫീസർമാർ ഇതിന് മേൽനോട്ടം വഹിക്കും. UDF സർക്കാരിന്റെ പ്രഖ്യാപിത ലക്ഷ്യം നടപ്പിലാക്കുന്നതിലൂടെ കോർപ്പറേഷനുണ്ടാവുക സാമ്പത്തിക ബാധ്യത കണക്കാക്കാനാണ് ഈ ഒരു വിവര ശേഖരണം വഴി ലക്ഷ്യമിടുന്നത്. പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത്. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്.